ഹായ്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ടാഗ് എന്താ, എലമെൻറ്റ്സ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് എങ്ങനെ, അതായത് ഒരു ഫയൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കൂടി ഞാൻ പഠിച്ചു. അതിൽ എക്സ്റ്റൻഷൻ, അതായത് index.html എന്നുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു HTML പേജ്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തുടക്കം എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ടൈമിൽ നമുക്ക് എന്തൊക്കെ ടാഗ്സ് വേണം, ആദ്യം എന്തൊക്കെ വേണം, ടോപ്പിൽ ഏതൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡോക് ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് കേട്ട് പഠിക്കേണ്ട. ഈ വീഡിയോസിൽ നമ്മൾ അതൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കൂടുതലായി സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നേരെ കടക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ആ VS Code ഓപ്പൺ ചെയ്യുക. VS Code നമുക്കറിയാമല്ലോ, നമ്മളെ ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്, അതായത് നമുക്ക് വേണ്ട എഡിറ്ററാണ്. അതായത് ഈ HTML അതുപോലെ തന്നെ നമ്മളുടെ VS Code അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. അതായത് കോഡ് എഡിറ്ററാണ്. അവിടെയാണ് നമ്മൾ കോഡ് എഴുതിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ടെക്സ്റ്റ്, അതായത് നോട്ട് പാഡിലും കൂടി എഴുതാം, കോഡ് എഴുതാം, എന്നിട്ട് അത് ചെയ്യാമെന്നുള്ള പറഞ്ഞിരുന്നു. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ ഒരു പ്രൊജക്റ്റ് എങ്ങനെ തുടങ്ങാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇപ്പോൾ H1 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടാഗ് എന്താ, എലമെൻറ്റ് എന്താണെന്ന് പഠിപ്പിച്ച ഒരു സംഭവമാണ്. അതായത് ടാഗ് എന്ന് വെച്ചാൽ ഇതാണ്, അതിൻ്റെ ഇത് ഉള്ളിലുള്ള സംഭവങ്ങൾ എന്താണോ അതാണ് കണ്ടൻറ്റ്, ഇതാണ് ക്ലോസിങ് ടാഗ്. ഓക്കെ, പിന്നുള്ളത് ഈ പറഞ്ഞ H1 എന്നുള്ളത് എന്താണ്, ഈ H1 എന്നുള്ളതാണ് ടാഗ് നെയിം. ഓക്കെ, എന്താണോ ടാഗ്, ആ ടാഗിൻ്റെ നെയിമാണ് ഈ H1 എന്നുള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് എന്തായെന്ന് വെച്ചാൽ, ഒരു പ്രൊജക്റ്റ് തുടങ്ങണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട. ഈ ഡോക് ടൈപ്പ്, പിന്നെ HTML ടാഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി ഇങ്ങനെ എടുക്കണം. അതിന് പകരം ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നേരെ Shift+1, നിങ്ങൾ ഇതിൽ എന്തുണ്ടാവും, 1 ആയിരിക്കും. അതായത് ശരിക്കും വെച്ചാൽ 1 എന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ അവിടെ ഒരു എക്സ്ക്ലമേഷൻ ഒരു ചിഹ്നം വരും. എക്സ്ക്ലമേഷൻ എന്നാണ് പറയാതെ, എക്സ്ക്ലമേഷൻ എന്നുള്ളത് അതായത് ഒരു ഐ ബട്ടൺ നേരെ തിരിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും, അതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ നിങ്ങൾക്കൊരു സജഷൻ വരും. അപ്പം തന്നെ അവിടെ എൻ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ഈ ഒരു കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കോഡ് കണ്ടോ, ഒന്ന് ആദ്യത്തിലുള്ള ഡോക് ടൈപ്പ് HTML, പിന്നെ അതുപോലെ തന്നെ HTML ടാഗ് ഉണ്ട്, പിന്നെ ഹെഡ് ടാഗ് ഉണ്ട്, പിന്നെ മെറ്റാ ടാഗ് ഉണ്ട്. ഈ ടാഗ് തന്നെ കേട്ടോ, ഞാൻ പറയാം, ടാഗ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അത് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യൂല, അത് തിരിയൂല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് ചെയ്യുക, ടാഗ്, എലമെൻറ്റ്, എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോയി കാണാം. അപ്പോൾ എന്തുണ്ട്, ഈ ഡോക് ടൈപ്പ് ഉണ്ട്, അതുപോലെ HTML ഹെഡ് ടാഗ് ഉണ്ട്, പിന്നെ മെറ്റാ ടാഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ മനസ്സിലിങ്ങനെ കരുതിയിട്ടുണ്ടാവും. അതായത് ഈ ബോഡി ടാഗ് ഉണ്ട്, ഇതൊക്കെ എന്താണെന്നുള്ളത് അതൊക്കെ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ആദ്യം കാണുന്ന ഡോക് ടൈപ്പ്. ഓക്കെ, ഈ ഡോക് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഓരോ വേർഷൻ ഉണ്ട്, ഓരോ മോഡൽ ഉണ്ട്. എന്തിന്, നമ്മൾ HTML ഇപ്പോൾ ശരിക്കും വെച്ചാൽ HTML മോഡൽ വെച്ചാൽ HTML5 ആണ്. അപ്പോൾ HTML5 ആണെന്നുള്ളത് ഈ പറഞ്ഞ ഫയലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡോക് ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് തന്നെ അതാണ്. അതായത് HTML4 അല്ല, ഇപ്പോൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള HTML5, ആ HTML5 ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക് ടൈപ്പ് എന്നുള്ള ഒരു ടാഗ്. ഓക്കെ, അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ലൈനിൽ വന്നിട്ടുള്ളത് HTML എന്നുള്ളത്. ഈ HTML ടാഗ് എന്താണെന്ന് വെച്ചാൽ, ഇതിനാണ് റൂട്ട് എലമെൻറ്റ് എന്ന് പറയുക. അതായത് റൂട്ട് ടാഗ് എന്ന് പറയുക. കണ്ടോ, റൂട്ട് ടാഗ് എന്ന് വെച്ചാൽ എല്ലാത്തിനെയും റാപ്പ് ചെയ്തത് അതാണ്. കണ്ടോ, ഇതിന് മൊത്തത്തിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസിങ് ടാഗും, അത് ഓപ്പണിങ്, ഇതൊക്കെ ക്ലോസിങ് ടാഗ്, ഇതാണ് ഓപ്പണിങ് ടാഗ്. അപ്പോൾ ഓപ്പണിങ് ടാഗ് എന്താണ്, ക്ലോസിങ് ടാഗ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനെയാണ് റൂട്ട് എലമെൻറ്റ് എന്ന് പറയുക. അതായത് ഇത് HTML ആണെന്നുള്ള രീതിയിൽ ഒരു റൂട്ട് എലമെൻറ്റായി സെറ്റ് ചെയ്യുന്നതാണ് HTML ടാഗ്. ഓക്കെ, അവിടെ നോക്കിയാൽ ഇങ്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ, ലാംഗ്വേജ് ഏതാണ് ലാംഗ്വേജ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ള ആ ലാംഗ്വേജിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണെന്നും കൂടി ഞാൻ പറയാം. അതായത് ഇവിടെ വരുന്ന ഒരു സംഭവമുണ്ട്, അതായത് ഒരു എലമെൻറ്റ്, ഒരു ടാഗിൻ്റെ ഉള്ളിൽ നമ്മളൊരു സംഭവങ്ങളൊക്കെ കൊടുക്കും. അതെന്താണെന്നുള്ളത് വരുന്ന വീഡിയോസിൽ പറയുന്നത്, അതിനാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആ ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളത് ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെന്നുള്ള രീതിയിലാണ് ഇതിന് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ റൂട്ട് എലമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെയാണ് ഹെഡ്.
നിങ്ങൾക്ക് ഹെഡ് ടാഗ് എന്ന് കാണാം. ഈ മൂന്നാമത്തെ ലൈനിൽ ഹെഡ് ടാഗ് എന്ന് കാണാം. ഈ ഹെഡ് ടാഗ് എന്തിനാന്ന് വെച്ചാൽ ഈ ഹെഡ് ടാഗ് എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ മെറ്റാ ഇൻഫോർമേഷനാണ്. അതായത് മെറ്റാ ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അതായത് ഈ വെബ്സൈറ്റിൻ്റെ ഓത്തർ ആരാ, പിന്നെ അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് എന്തിൻ്റെ ബേസ്ഡാണ് വരുന്നത്, അങ്ങനെയുള്ള മെറ്റാ ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ ടൈറ്റിൽ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിൽ, അതായത് വെബ്സൈറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു വിൻഡോൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതി കാണാം. ചില കമ്പനീസിൻ്റെ നെയിം ടൈറ്റിലൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ /അബൌട്ട് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് അബൌട്ടാണെന്നുള്ളത് നമുക്ക് മേലെ എഴുതി കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ടൈറ്റിൽ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതാണ് ഹെഡിൻ്റെ. അപ്പോൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുക? മെറ്റാ ഇൻഫോർമേഷൻ, അതായത് കമ്പനീൻ്റെ, അതായത് ഈ വെബ്സൈറ്റിൻ്റെ ഓതറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ്. ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റാ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാ മെറ്റാ എന്നുള്ള ഒരു ടാഗാണ്. ഈ മെറ്റാ ടാഗ് എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ഈ ഓത്തർ ആരാന്ന് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെറ്റാ ടാഗ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള മെറ്റാ കാർസെറ്റ് UTF-8 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനുള്ളിൽ ഇമോജിയൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഇമോജി, പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സും ആ സിമ്പിൾസും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ UTF-5 ക്യാരക്ടേഴ്സ്. ഈ UTF-5 എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇതുപോലുള്ള ക്യാരക്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റ എന്നുള്ളത് കൊടുത്തത്. അതായത് ഇതിൽ ഇന്ന ഇമോജിയൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് കൊടുത്തത് മെറ്റ എന്നുള്ള ടാഗ് തന്നെ. അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിയോ, ഒരു വെബ്സൈറ്റിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ നെയിമും പിന്നെ വ്യൂ പോർട്ട്, അതായത് നമ്മൾ കാണുന്ന പോർട്ടിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ടൈറ്റിൽ. ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് ടൈറ്റിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടൈറ്റിൽ എന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടോപ്പിൽ കാണേണ്ട എന്താണോ അതാണ്. അതായത് കാണേണ്ട വെച്ചാൽ നമ്മൾ അടുത്ത ടാബ് ഓപ്പൺ ചെയ്താൽ എന്ത് ചെയ്യും? അവിടെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അവിടെ കൊടുക്കാൻ മീൻസ് ആ ഒരു വിൻഡോൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു ടൈറ്റിലിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഡോക്യുമെൻ്റ് എന്നാണ് കൊടുത്തത്, അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഡോക്യുമെൻ്റ് എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കുക. ഞാൻ ഇത് സ്പീഡായി പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മടുക്കരുത്. ഓരോ ടാഗ് ഞാൻ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മടുക്കും. ഇതിൽ ഇത്ര തന്നെ ഉള്ളൂ. ആ രീതി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഉള്ളതാണ് ബോഡി. ഇതാണ് മെയിൻ നമുക്ക്. അതായത് ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. നമ്മുടെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ പോകുന്നത് തന്നെ ഈ ബോഡീൻ്റെ ഉള്ളിലാണ്. ഈ ബോഡീൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ബോഡി ടാഗ് നോക്കിയത്. അതാണ് ബോഡി. ഓക്കെ, അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടി തൽക്കാലം നമ്മൾ H1 ടാഗ് ഉണ്ട്. H1 ടാഗ് ഞാൻ പറഞ്ഞിരുന്നു എന്തിനാണ്? നമ്മൾ ഒരു വെബ്സൈറ്റിൽ ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു H1 ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഒരു കണ്ടൻറ്റ് എഴുതാണ്. ഒരു കോണ്ടൻറ്റ് എന്ന് വെച്ചാൽ വെൽക്കം ടു വെസ്ലി എന്ന് കൊടുക്കും. ഓക്കെ, വെസ്ലം കൊടുത്തു. ഇപ്പോൾ ഞാൻ സേവ് ചെയ്തതിന് ശേഷം ഇവിടെ പോയിട്ട് ഈ ഫയലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഒരു കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ആ ഓപ്ഷൻസിൽ ഫസ്റ്റ് തന്നെ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് കാണും. ഈ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്തുകൊണ്ട് കാണുന്നത് വെച്ചാൽ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലൈവ് സെർവർ എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ VS കോഡിൽ. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ നോക്കുക, എന്നിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഇത് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈവ് സെർവർ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? നേരെ കണ്ടോ ഒരു വെബ്സൈറ്റിലാണ് കൊണ്ടുപോകുന്നത്. ഒരു വെബ്സൈറ്റ് കണ്ടോ, നമ്മൾ നേരത്തെ എഴുതിയ വെൽക്കം ടു വെസ്ലി എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഈ ആദ്യം നമ്മൾ വെൽക്കം ടു വെസ്ലി എന്നുള്ള ഒരു കണ്ടന്റ് കണ്ടു. കാരണം എന്താ? അത് ബോഡിക്കകത്ത് നമ്മൾ വെൽക്കം ടു വെസ്ലി എന്ന് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് വെൽക്കം ടു വെസ്ലി എന്നുള്ളത് കാണാൻ പറ്റും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ടൈറ്റിലിൻ്റെ കാര്യം. ഈ ടൈറ്റിൽ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇത് സഫാരി ബ്രൗസറാണ്. അത് ഞാൻ മാറ്റിയിട്ട് ക്രോമിലേക്ക് എടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ക്രോമിൽ കണ്ടോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പ്രോപ്പറായി ന്യൂ ടാബ് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, വെൽക്കം ടു എന്നുള്ളത് ഇവിടെ ഡോക്യുമെൻ്റ് എന്നാണല്ലോ ഇപ്പോൾ ഉള്ളത്. നമ്മൾ അവിടെ പോയിട്ട് VS കോഡ് പോയിട്ട് ഡോക്യുമെൻ്റ് എന്ന് ഉള്ളത് കളഞ്ഞിട്ട് അവിടെ എന്തായിരുന്നു വെസ്ലെന്ന് കൊടുക്കുന്നു. വെസ്ലം കൊടുത്ത് സേവ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ കണ്ടോ വെസ്ൽ എന്നുള്ളത് എഫക്റ്റ് ആയി. ഞാൻ ഒന്നും കൂടി എന്താ ചെയ്തിട്ടില്ല, ലൈവ് സെർവർ ഓപ്പൺ ചെയ്തിട്ട് റൺ ചെയ്തിട്ടില്ല. നേരെ എന്തായി അത് സേവ് ചെയ്തിട്ട് വന്ന് തിരിച്ച് നോക്കുമ്പോൾ ഇവിടെ വെസ്ൽ എന്നായിട്ടുണ്ട്. ഇവിടെ എന്തും കൊടുക്കാം. ഓക്കെ, ഞാൻ പറയും ഇപ്പോൾ സംതിങ് എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇവിടെ വന്ന് നോക്കിയാൽ ഇതാ സംതിങ് എന്ന് കാണാം. അപ്പോൾ ഈ ടൈറ്റിലിനാണ്, അതായത് ഇവിടെ കാണുന്ന വിൻഡോ ടാബിൻ്റെ മുകളിൽ കാണുന്ന ടൈറ്റിലിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൈറ്റിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം H1 കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാനൊരു P ടാഗിൽ കൊടുക്കുന്നു. P ടാഗ് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ P ടാഗും അതേപോലെ തന്നെ H1 ടാഗും മാത്രമാണല്ലോ പറഞ്ഞത്. അപ്പോൾ H1 ടാഗ് എന്തിനാണ്, ഹെഡിങ് സെറ്റ് ചെയ്യും. ഇനി P ടാഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു P ടാഗ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ P ടാഗിൽ ഒരു പാരഗ്രാഫ് എന്നാണ് പറയാം. P ടാഗ് എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ്, ഒരു എന്തെങ്കിലും സംതിങ് പാരഗ്രാഫാണ്. അപ്പോൾ ഞാനിപ്പോൾ ദിസ് ഈസ് പാരഗ്രാഫ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് സേവ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ കണ്ടോ ദിസ് ഈസ് പാരഗ്രാഫ്. പാരഗ്രാഫ് എന്ത് ഫോണ്ടിലാണോ വരേണ്ടത്, ഏത് സൈസിലാണോ വരേണ്ടത്, ആ സൈസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് വെൽക്കം ടു വെസ്ൽ എന്നുള്ള ഒരു ഹെഡിങ് ടാഗും കണ്ട്, അതുപോലെ തന്നെ ദിസ് ഈസ് പാരഗ്രാഫ് എന്നുള്ളത് നമുക്ക് ഒരു പാരഗ്രാഫായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ടാഗ് എന്താ, എലമെൻ്റ് എന്താ പഠിച്ചു, അതുപോലെ തന്നെ ഒരു ഫയൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ ഈ പറഞ്ഞ ഈ എലമെൻറ്റ്സ് ഒക്കെ എന്തിനാണെന്നും കൂടി നമ്മൾ പഠിച്ചു. ഇത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡോക്യുമെൻ്റ് റെഫർ ചെയ്യാം. നല്ല രീതിയിൽ ഡോക്യുമെൻ്റൊക്കെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രോപ്പറായി മനസ്സിലാവും എന്താണ് ടാഗ്, എന്താണ് എലമെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും ഷോർട്ടാക്കുന്ന വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ മടുക്കും. അതായത് കുറേ വീഡിയോസ് വെച്ചാൽ കുറേ സമയം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മടുക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഷോർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ആക്കിയിട്ട്. ഇനി കൂടുതലായി നമ്മൾ ടാഗ്സിനെ കുറിച്ചൊന്നും പറയില്ല. ടാഗ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും. കാരണം എന്താ വെച്ചാൽ ടാഗിനെ മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ കുറേ സമയം അതിനു വേണ്ടി മാത്രം കുറേ ടാഗ്സ് ഉണ്ട്. നമ്മൾ അതിൽ ആവശ്യമുള്ള ടാഗ്സ് മാത്രം പഠിപ്പിച്ച് കുറച്ച് സ്റ്റൈൽ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ആ വെബ്സൈറ്റിന് SEO കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്ന കൺസെപ്റ്റാണ് ഈ വീഡിയോ. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതലായി HTML ഫോക്കസ് ചെയ്തിട്ട് എല്ലാ ടാഗും പഠിപ്പിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ടാഗ്സ് എന്താ, എലമെൻറ്റ്സ് എന്താ, വേണ്ട കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു തരാണ്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും. പിന്നെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ലിങ്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.